മുതുതല AUP സ്കൂൾ. AC സൗകര്യത്തോടുകൂടിയ പ്രീ പ്രൈമറിയും 1ഉം 5ഉം ക്ലാസുകളും ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ച് വിപുലമായ കുടിവെള്ള സംവിധാനം. കുട്ടികളുടെ ഭാവി ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതം. മുതുതല AUP സ്കൂളിലല്ലേ നിങ്ങളുടെ കുട്ടികളും പഠിക്കേണ്ടത്? അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പരുതൂർ കുളമുക്ക് മുടപ്പക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ഷഡാക്ഷര യജ്ഞം നടത്തുന്നു. ഏപ്രിൽ 18, 19 തീയതികളിലായാണ് യജ്ഞം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരുതൂർ കുളമുക്ക് മുടപ്പക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ശ്രീ സുബ്രഹ്മണ്യ ഷഡാക്ഷര യജ്ഞം നടത്തുന്നത്. 2 ദിവസങ്ങളായാണ് യജ്ഞം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18 രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. 8:30 നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കാലടി ശങ്കരൻ നമ്പൂതിരിപ്പാട് ദീപപ്രജ്വലനം നിർവഹിക്കും. വിനയഗോപാൽ അധ്യക്ഷത വഹിക്കും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് നാരായണീയ പാരായണം, അന്നദാനം, വൈകുന്നേരം കളരിപ്പയറ്റ്, പുള്ളുവൻ പാട്ട് ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരിക്കും. 5000-ഓളം പഴക്കമുള്ള ക്ഷേത്രം നവീകരണത്തിന്റെ പാതയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ശ്രീ സുബ്രഹ്മണ്യ ഷഡാക്ഷര യജ്ഞം എന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതി അവർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് വരുന്ന ഏപ്രിൽ 18, 19 തീയതികളിലായിട്ടാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് വളരെ അപൂർവമായിട്ടുള്ള ചടങ്ങാണ് ഈ സുബ്രഹ്മണ്യ ഷഡാക്ഷര യജ്ഞം എന്നുള്ളത്. നമുക്കറിയാം, ധാരാളം വിഷ്ണുക്ഷേത്രങ്ങളും ശിവക്ഷേത്രവും ദേവീക്ഷേത്രങ്ങളെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ആ ഉള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തന്നെ ഇത്തരം വിശിഷ്ടമായിട്ടുള്ള യജ്ഞങ്ങൾ നടക്കുന്നതും വളരെ അപൂർവമാണ്. നമ്മുടെ ഈ നാട് അത്ര വിശിഷ്ടമായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ ഷഡാക്ഷര യജ്ഞത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 18, 19 തീയതികളിൽ 2 ദിവസം ഫുള്ളായിട്ടുള്ള പ്രോഗ്രാം അവിടെ ഉണ്ട്. 18-ാം തീയതി കാലത്ത് ഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഒരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുണ്ട്. അതിൽ ദീപപ്രജ്വലനം നടത്തുന്നത് ക്ഷേത്രത്തിന്റെ തന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ കാലടി ശങ്കരൻ നമ്പൂതിരിപ്പാട് അവர்களാണ്. വൈകിട്ട് ആ ഭാഗത്ത് നമുക്കറിയാം, വള്ളുവനാട് നാടൻ കലകൾക്കെല്ലാം ധാരാളം പേര് കേട്ടിട്ടുള്ള സ്ഥലം കൂടിയാണ് വള്ളുവനാട്. ഇപ്പോൾ ധാരാളം നാടൻ കലകൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കളരിപ്പയറ്റ്, പുള്ളുവൻ പാട്ട് എന്നുള്ള ചില കലകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ, തുടർന്ന് 8 മണിക്ക് സുബ്രഹ്മണ്യ ഷഡാക്ഷര യജ്ഞവും ആരംഭിക്കും. വൈകിട്ട് കലാപരിപാടികളും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വിനയഗോപാൽ, MA സുബ്രഹ്മണ്യൻ, CP ബാബു, PV സുന്ദരൻ, P ദേവദാസ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.